2 സാമുവേൽ 23:5 വായിച്ചോളൂ. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ക്ലിയർ ആണ്. കർത്താവേ, അങ്ങ് എൻ്റെ ഉടമ്പടി സ്വീകരിച്ചില്ലേ എന്ന് ഹൃദയം പതറി ചോദിക്കുമ്പോഴാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. വാട്ട് ഇസ് ദാറ്റ്? അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഉടമ്പടിയിലെ പ്രസൻസ്. ഉടമ്പടി പ്രസൻസിൻ്റെ പദ്ധതിയാണ്, സാന്നിധ്യത്തിൻ്റെ പദ്ധതി. നീ കർത്താവിനോട് കണ്ണുനീരോട് ചോദിച്ചോ, നിൻ്റെ ആവശ്യം സത്യസന്ധമാണെന്ന് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നീ ഉടമ്പടി വിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും, പക്കായായിട്ട് സംസാരിക്കും. 2 സാമുവേൽ ആ വചനം എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് ആ വചനം കിടക്കുന്നത്? അത് ആ ചേച്ചിക്കറിയത്തില്ല. പക്ഷേ കർത്താവ് പറയും, എൻ്റെ മനസ്സിതാണ്. ഇതിൽ നീ ചോദിച്ച ഉത്തരം ഈ വചനത്തിലുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റീഡ് ഇറ്റ്. എടുത്ത് വായിക്കാൻ പറയും. എടുത്ത് വായിക്കുമ്പോൾ അവിടുന്ന് നിന്നോട് ഞാൻ ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഇടയ്ക്കൊരു ബ്രേക്ക് ചെയ്യുന്ന ടെമ്പററി ഉടമ്പടിയല്ല. ദൈവം ഇങ്ങോട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് ദൈവത്തോട് ടെമ്പററി ഉടമ്പടിക്ക് സാധ്യതയില്ല. കാര്യം ദൈവത്തിൻ്റെ എൻഡിട്ട് ആദ്യവും അന്ത്യമില്ലാത്തത് കാരണം നമുക്ക് ദൈവത്തോട് ഒരു ടെമ്പററി ഇൻറ്റേറിയം താൽക്കാലികമായിട്ടൊരു ഉടമ്പടിക്ക് സാധ്യതയില്ല. നമുക്ക് അവിടെയാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് നമുക്കൊരു വ്യക്തിക്ക് ടെമ്പററി ഉടമ്പടി സാധ്യമല്ല. കാര്യം ദൈവം നിത്യനായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടി കാലം കഴിഞ്ഞു എന്നും പറഞ്ഞ് കള്ളു കുടിക്കാൻ പറ്റത്തില്ല. അപ്പം കാര്യം വെച്ചാൽ ഉടമ്പടി കാലം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ടേ, എൻ്റെ ഉടമ്പടി കാലം കഴിഞ്ഞു, 90 ദിവസം കഴിഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അഭ്യാസത്തിന് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ വരാൻ പോകുന്ന പ്രശ്നം, നിങ്ങൾ പോകും എന്നുള്ളത് ഉടമ്പടിക്ക് IELTS പാസ്സാക്കാൻ വേണ്ടി മാത്രമുള്ള വയറ്റിപ്പഴപ്പ് അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് നിൽക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഇവളുടെ തനി നിറം കാണിക്കുമെന്ന് ദൈവത്തെ നേരത്തെ അറിയുക. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് വരുന്നൊരു അബദ്ധം ഇതാണ്. ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് പണി കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ ഫ്രോഡായിട്ട് മാറുമെന്ന് ദൈവത്തിന് അറിയാം. ഇതുകൊണ്ട് ഈ വിഷയം ലീക്കേജ് എന്ന് പറയാം. ഉടമ്പടിയുടെ ലീക്കേജ്, കവനന്റ് ലീക്കേജ്, ഇത് ആദ്യം ബ്ലോക്ക് ചെയ്യണം. കൃപയുടെ ലീക്കേജ് വരുന്ന ഒരു വഴി ഇതാണ്. ദൈവത്തിന് നിങ്ങളുടെ വിഷയം നേരത്തെ അറിയാം. അപ്പോൾ നേരത്തെ അറിയാവുന്ന കാരണം നിങ്ങൾ ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യത്തിലെടുക്കണം. കർത്താവേ, ഉടമ്പടിയുടെ കാലം കഴിഞ്ഞാലും ഞാൻ നിന്നോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാം. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ പാസ്സാകാൻ വേണ്ടി, വസ്തു വിൽക്കാൻ വേണ്ടി, പെണ്ണ് കെട്ടാൻ വേണ്ടി, കൊച്ചുണ്ടാകാൻ വേണ്ടിയുള്ള എന്തോ ഒരു മാന്ത്രിക പരിപാടിയായിട്ട് മാറും. ദൈവം അതിന് തയ്യാറല്ല. അതാണ് പറഞ്ഞാൽ അവിടുന്ന് എൻ്റെ ഉടമ്പടി ശാശ്വതമായ അവിടെ നിന്നോട് ചെയ്ത. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ് അഗൈൻ. സാമുവേൽ 23:5 അവിടുന്ന് എന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടിയിലെ രക്ഷയുണ്ട്, നിത്യത, അഭിലാഷം, അനുദിന ജീവിതം. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നിനു വായിച്ച്, അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടി 2 നിയോഗങ്ങളാണ്. ആ ഉടമ്പടി നിയോഗങ്ങളെ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പരമമാണ് ക്യാപിറ്റൽ കവനൻ്റ് ക്രിസ്റ്റ്, ഹോളി ക്രിസ്റ്റ് വരണത്, നിത്യതയുടെ കൂദാശ കുർബാന. അപ്പോൾ അവിടുത്തെ ഇതിൻ്റെ രക്ഷയും പിന്നെ എന്താണ്? അഭിലാഷം. അഭിലാഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതാഭിലാഷങ്ങളാണ്. അതിൻ്റെ ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സ്ഥലമുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഉടമ്പടിയിൽ എന്തൊക്കെയാണുള്ളത്? ഒന്ന് രക്ഷ, നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ. രണ്ടാമത് അഭിലാഷം, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ. ഇതെല്ലാം ഒറ്റ പാക്കേജിലാണ്. എന്താണ്? ഉടമ്പടി എന്ന ഒറ്റ പാക്കേജിൽ പ്രാർത്ഥിക്കുക,
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ രക്ഷയും എൻ്റെ രക്ഷയും എൻ്റെ അഭിലാഷവും സാധിച്ചു തരുന്ന ഉടമ്പടിയുടെ ഭാഗമായതിലെ ഞാൻ സന്തോഷിക്കുന്നു. അതേ കൃപയിലെ നിലനിന്ന് പോകാൻ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും വരുന്ന വിഷയം ജീവിതവും ജീവനും, അതാണ് രക്ഷയും അഭിലാഷവും. ഇത് രണ്ട്. ഇപ്പം രക്ഷ എന്ന് പറയുന്നത് ജീവനെ സംബന്ധിക്കുന്നതും അഭിലാഷം എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിക്കുന്നതുമാണ്. ജീവൻ്റെ നിലനിൽപ്പാണ് ജീവിതം. ഐഹിക ജീവിതത്തിൻ്റെ ഭൗതിക നിലനിൽപ്പ്. ഐഹിക ജീവിതത്തിൻ്റെ ജീവൻ്റെ ഐഹിക നിലനിൽപ്പും ഭൗതികമായിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസുമാണ് ജീവിതമെന്ന് പറയണത്. ഇതിന് വേണ്ടത് അഭിലാഷങ്ങളാണ്, ആഗ്രഹങ്ങൾ. ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. അതായത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങളാണ് ഫിസിക്കൽ ഫേവേഴ്സ്. അതിന് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും. അതിന് മലയാളത്തിൽ നമ്മൾ അനുഗ്രഹങ്ങളെന്ന് പറയും. ജീവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടത് കൃപയാണ്. ജീവന് കൃപയും ജീവിതത്തിന് ബ്ലെസ്സിങ്സുമാണ്. മാറിപ്പോകരുത്. ആധ്യാത്മിക ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. ജീവന് വേണ്ടത് കൃപ, അതിന് ശക്തി. അപ്പോൾ ഈ ജീവന് പരിപോഷണം കിട്ടാനും ജീവിതത്തിന് പരിപോഷണം കിട്ടാനും മെത്തേഡ് വ്യത്യാസമാണ്. രണ്ട് തരം മെത്തേഡാണ്. ജീവിതത്തിൻ്റെ സിമ്പിളാണ്, അവൻ പറയണ പോലെ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്തെല്ലാം ലൈറ്റ് വേർഡ് ഓഫ് ഗോഡേ ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ അകത്ത് ജീവനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ളത് ആ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കഠിനമായ വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്. വേർഡ് ഓഫ് ഗോഡ് തന്നെ രണ്ടെണ്ണമുണ്ട്. എന്തൊക്കെയുണ്ട്? ദൈവവചനങ്ങൾ രണ്ട് ജാതിയുണ്ട്. എന്താണ്? ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന, അഭിലാഷങ്ങളെ സാധിക്കുന്ന, നിത്യജീവിതത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ലഘുവചനങ്ങൾ. ആ ഒരു ലഘുവചനങ്ങൾ ജീവിച്ചു പോയാൽ തന്നെ നമ്മുടെ ജോലി, വീട്, വിവാഹം, IELTS, MOH, HAD, നമ്മുടെ ജീവിത ആരോഗ്യമെല്ലാം സാധിക്കും ലഘുവചനങ്ങൾ. ചില വചനങ്ങൾ കട്ടിയാകും. കട്ടിയാകുമ്പോൾ ഓർക്കുക, അത് ജീവനെ പരിപോഷിപ്പിക്കാനുള്ളതാണ്. അത് നിത്യജീവനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ വചനങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കുർബാനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, യോഹന്നാൻ 6:60. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ലെന്ന്. അത് പറഞ്ഞ് യോഹന്നാൻ 6:60 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അതായത് ഇത് മനസ്സിലാക്കാൻ, കേൾക്കാൻ പോലും കഴിയത്തില്ലെന്ന്. ആ വചനങ്ങളാണ് കഠിന വചനങ്ങൾ. എന്താണ് കേൾക്കാൻ പോലും മനസ്സിലാക്കാത്ത വചനങ്ങൾ? അത് ജീവൻ്റെ വചനങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള വചനങ്ങളാണ്? കഫർനാമിൽ വെച്ച് ഈശോ സംസാരിച്ച സിനഗോഗിൽ വെച്ച്. ഞാൻ ആ സിനഗോഗിൽ പോയിട്ടുണ്ട്. ഞാൻ ആ സിനഗോഗിൽ പോകുമ്പോൾ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. കർത്താവ് കൃപാനെക്കുറിച്ച് പറഞ്ഞ സ്ഥലമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ആ കഫർനാം സിനഗോഗിൻ്റെ ഇന്നത്തെ അവസ്ഥ, അവിടെ അതൊരു ടൂറിസ്റ്റ് ലാൻഡാണ്. അവിടെ ഇപ്പോൾ വീട് താമസങ്ങളൊന്നുമില്ല. ഗലീയ കടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശത്ത് ഉള്ള വീടാണ് കഫർനാം സിനഗോഗ്. ആ സിനഗോഗിൻ്റെ ഫ്രണ്ടിലാണ് പത്രോസിൻ്റെ വീടുള്ളത്. അതൊക്കെ ഇപ്പോഴും ഉള്ളതാണ് അതൊക്കെ. അപ്പോൾ ഈ സിനഗോഗിൽ ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഉള്ള കുഴപ്പം, എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല. ഞാനെപ്പോഴും തൊപ്പി വെച്ച് നടക്കത്തുള്ളൂ. ചെറിയ മഴ കൊള്ളാൻ പോലും പാടില്ല. പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ കഫർനാം സിനഗോഗിൻ്റെ ഇപ്പോഴേ ഈ ഭിത്തികൾ മാത്രമേ ഉള്ളൂ. കുറേ വർഷം പഴക്കമുള്ള ആ സിനഗോഗ് അവിടെ താഴെ ഭൂമി തുരന്ന് വെച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കാരെ. അപ്പോൾ അതിൻ്റെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന സിനഗോഗിൻ്റെ പൊടി കല്ലുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് ഉൾപ്പെടെ ഓരോ കാലഘട്ടങ്ങളിൽ അത് പുതുക്കി പണിതതിൻ്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിന് തന്നെ ഒരു 10,000 കൊല്ലം പഴക്കമുള്ളതാണ്. പക്ഷേ അതിൻ്റെ മേൽത്തട്ടിയില്ല, മറിച്ച് 4 മൂലക്ക് ഭിത്തിയേ ഉള്ളൂ. അപ്പം നല്ല വെയിൽ വീണിട്ടുണ്ട് അതിൻ്റെ അകത്ത്, നല്ല ചൂടുമാണ്.
പക്ഷേ കർത്താവ് സിനഗോഗിൽ നിന്ന് സംസാരിച്ച സ്ഥലം, ഞാൻ ഈ സിനഗോഗിൽ പോകുന്ന കാരണം കഴിഞ്ഞ മാസവും പോയായിരുന്നു. എറണാകുളത്ത് ഒരു പഴയ സിനഗോഗുണ്ട്, അവിടെ പോയായിരുന്നു. യഹൂദന്മാരുടെ പള്ളിയാണ്. അപ്പം ആ സിനഗോഗിൻ്റെ അവിടെ കർത്താവിൽ നിന്ന് സംസാരിക്കുന്ന സ്ഥലം എനിക്കറിയാം. സിനഗോഗിൻ്റെ പുൾപ്പിറ്റുള്ള സ്ഥലം അറിയാം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട്, കർത്താവേ, നീ ഇവിടെ നിന്നല്ലേ കുർബാനയെക്കുറിച്ച് സംസാരിച്ചത്? ഞാൻ കുർബാന കൈകാര്യം ചെയ്യുന്ന നിൻ്റെ ദിവരേശത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകനാണ്, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ 40 മിനിറ്റ് അവിടെ കിടന്ന് തല എടുത്ത് ആ ചുട്ടുപൊള്ളുന്ന തിണ്ണയിൽ വെച്ചുകൊണ്ട് വെയിലും കൊണ്ട് 40 മിനിറ്റ് കിടന്ന് അവിടെ. എനിക്കറിയാം ആ സ്ഥലം എന്താണെന്ന്. അവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞത്, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ജീവൻ്റെ വചനമാണത്. അതാണ് ഈശോ 6:35 തൊട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6:35 തൊട്ട് 57 വരെ പറയണത്. അതാ കഫർനാം സിനഗോഗിൽ ഞാൻ നെറ്റിവെച്ച് 40 മണിക്കൂർ വെയിലത്ത് കിടന്ന സ്ഥലത്ത് നിന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ് കേട്ടപ്പോൾ അന്നത്തെ ആൾക്കാരെന്താ പറഞ്ഞത്? ഈ വചനം കഠിനമാണ്, ആർക്കിത് മനസ്സിലാക്കാൻ കഴിയും? പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോടും കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല. ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? അപ്പോൾ കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ. അതാണ് ജീവൻ്റെ വചനം. ജീവൻ്റെ വചനം കഠിനമായിരിക്കും. ദയപൈതരെ, നിൻ്റെ ജീവിതത്തിൽ ഒരു വചനം പാലിക്കാൻ കഠിനമാണെന്ന് തോന്നുക. അപ്പോൾ നീ ഓർക്കണം, ഇത് കഠിനമാണല്ലോ, ഇത് നടക്കത്തില്ലല്ലോ, ഇതെങ്ങനെ ഞാൻ പാലിക്കും, എനിക്ക് സാധ്യമല്ലോ എന്ന് തോന്നിയാൽ നീ വിചാരിക്കണം, ഇത് അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യജീവിതത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച കൃപയുടെ വചനങ്ങളാണ്. കൈയടിച്ച് കർത്താവ് ആർക്കെങ്കിലും സ്നേഹത്തിൻ്റെ ജീവൻ്റെ വചനം കേട്ടപ്പോൾ ഉള്ളിൽ ദൈവസ്നേഹം തോന്നിയെങ്കിൽ അത് തന്നെയാണ് ദൈവസ്നേഹം. അത് നഷ്ടപ്പെടാതെ ആ ദൈവസ്നേഹത്തോടെ നീ ഉടമ്പടി അനുവർത്തിച്ചാൽ മതി. അപ്പോൾ നിൻ്റെ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ കഠിനമായ വചനങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നോ കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നോ ഇതൊരു മാത്തമാറ്റിക്കൽ ചെയ്യേണ്ടതെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കഠിനമായ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി സത്യസന്ധമായ ശ്രമം നമ്മൾ നടത്തിയാൽ നമുക്ക് ജീവൻ്റെ കൃപ, നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കാൻ, നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ, നിത്യമഹത്വത്തിൻ്റെ അവകാശികളാകാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നത് കാര്യം ദൈവം സത്യസന്ധനായതുകൊണ്ട് മനസ്സിലാക്കാം. എന്താണ് കഠിനമായ പദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മർക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷം 5:23 എടുത്ത്. മത്തായി 5:23, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ, ഏറ്റു പറയുക, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോഴേ ഭിന്നതയിലിരിക്കുന്ന വ്യക്തി ജീവിതം ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉടമ്പടിയിൽ എടുത്തിട്ടും ഇപ്പോഴും ഭിന്നതയിൽ കഴിയുന്നുണ്ടോ? നീ അങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കണമെന്നല്ല, അവരിങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കിയാൽ മതി. ചിലപ്പോൾ വസ്തു തർക്കമായിരിക്കും, ചിലപ്പോൾ അതുപോലെ അതിർത്തി തർക്കമായിരിക്കും, ചിലപ്പോൾ ഉദ്യോഗത്തിൽ വർക്ക് അറേഞ്ച്മെൻറ്റ് തർക്കമായിരിക്കും. എനിവേ, നിൻ്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും പരിഭവം ഉണ്ടെന്ന് തോന്നിയാൽ, അയാൾക്ക് ഇങ്ങോട്ട് തോന്നിയാൽ മതി, എന്തു ചെയ്യണം? നീ തിരിച്ചു പോയി അയാളുമായി അനുരഞ്ജനപ്പെടണം. അപ്പോൾ നമ്മൾക്ക് പറയാൻ ഒത്തിരി ന്യായമുണ്ട്. അയാളത് മൈൻഡ് ചെയ്യത്തില്ല, അയാൾ ഉൾക്കൊള്ളത്തില്ല, അയാൾ എന്നെ അഭ്യാസം പറഞ്ഞ് ഓടിക്കും,
അതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിനറിയാം. നീ അങ്ങനെ ഒരു ഉദ്യമം നടത്തിയാൽ തീർച്ചയായിട്ടും നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോൾ തിരിച്ചടി ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചിട്ടും ഒരു വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയാൽ അതിന് പ്രതിഫലം കൊടുക്കേണ്ടത് ആരാണ്? ദൈവമാണ്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞിട്ട് പാലിച്ച് നമ്മൾ തിരിച്ചടി വാങ്ങിച്ചിരിക്കേണ്ടതാണ്. ദൈവം സത്യവാനും നീതിയായതുകൊണ്ട് തീർച്ചയായിട്ടും നീതിവാന്മാരുടെ പുനരുദ്ധാന ഘട്ടത്തിൽ നമ്മൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. കാര്യം കർത്താവിന് കുറേ വചനങ്ങളില്ലേ, അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ കഠിനമാണ്. എന്താണ്? നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് കാഷ്ടേക്ക് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.